എല്ലാവരും NCERT എന്തിനു പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ചിന്തിച്ചിരിക്കുമായിരിക്കും. എന്തിനു പഠിക്കണം എന്ന് പറഞ്ഞാൽ ഉത്തരവുണ്ട്. UPSC പരീക്ഷകളിലെ മോഡലാണ് നമ്മുടെ കേരള PSC ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കെല്ലാം തന്നെ എടുത്തിരിക്കുന്നത്. സോ UPSC ക്വസ്റ്റ്യൻസിൻ്റെ മിക്കുള്ളതിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്, 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ. അപ്പോൾ അത്തരത്തിൽ UPSC ലെവല് നമ്മുടെ PSC ചോദിച്ചിട്ടുള്ള 6 ക്വസ്റ്റ്യൻസ് അത് ഏത് ഭാഗത്ത് നിന്നാണ് NCERT ചാപ്റ്റേഴ്സ് എന്ന് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നു എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ജെറ്റ് സ്ട്രീംസ് ആർ, ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, jet streams are fast flowing narrow air currents in the atmosphere. Second statement idana, they are found only in the lower troposphere. Lower troposphere il maatrana adu found cheyidirikkunnu ennaanu jet streams ne pattiyittu paranjirikkunnathu. Edu maatrana correct? First statement maatrana correct. Jet streams are fast flowing narrow air currents in the atmosphere. തീർച്ചയായിട്ടും ഇതൊരു NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട്, അതായത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ഡെഫിനിഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ SCERT അല്ലപോലെ NCERT എത്രത്തോളം വായിച്ച് പഠിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ NCERT 9ാം ക്ലാസ്സിലെ ക്ലൈമറ്റ് എന്നുള്ളൊരു ചാപ്റ്റർ പഠിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. അഡീഷണൽ ആയിട്ട് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ NCERT ക്ലാസ് 11ലെ അറ്റ്മോസ്ഫിയർ എന്നുള്ള ചാപ്റ്ററിനും ഇതേ കണ്ടന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊരു എക്കണോമിക്സ് ക്വസ്റ്റ്യൻ നോക്കാം. The term inclusive growth in India is best described as. The term inclusive growth in India is best described as. എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്? അതായത് സമഗ്ര വികസനം അല്ലേ. അപ്പോൾ എന്നാൽ ഇന്ത്യയിൽ എന്താണ് എന്നാണ്, അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2-3 പിന്നെ ഒരു 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഗ്രോത്ത് ദാറ്റ് ബെനിഫിറ്റ്സ് ഓൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി. എല്ലാ സൊസൈറ്റിന്റെ എല്ലാ സെക്ഷൻസിലും സമഗ്രമായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുദ്ദേശിക്കുന്നത്. ഈ ക്വസ്റ്റ്യനും NCERT ബേസ് ചെയ്ത്, അതായത് NCERTലെ 11ാം ക്ലാസ്സിലെ ഇന്ത്യൻ എക്കണോമി ഓൺ ദ എവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ക്ലാസ് 12ലെ ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ എ കമ്പാരിസൺ വിത്ത് നൈബേഴ്സ് എന്ന ചാപ്റ്ററിലും ഇത് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്കണോമിക്സിനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാത്രമാണ്. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് UPSC ചോദിച്ചിട്ടുണ്ട്, കേരള PSC ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. Which one of the following objective is not embodied in the preamble to the Constitution of India? പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടില്ലാത്ത ഏത് ഒബ്ജക്റ്റീവ് ആണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്. എക്കണോമിക് ലിബർട്ടിയെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടില്ലാത്തത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ എന്താണ് പ്രിയാമ്പിൾ എന്ന് അറിയണം. നിങ്ങളെ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിച്ച ആൾക്കാർക്ക് അറിയാം എന്താണ് പ്രിയാമ്പിൾ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കും നമ്മൾ ഒരിക്കലും പ്രിയാമ്പിളിനകത്ത് എക്കണോമിക്കിനെ പറ്റിയിട്ടേ പറയുന്നില്ല, അപ്പോൾ എക്കണോമിക് ലിബർട്ടിയെ പറ്റിയിട്ടും പറയുന്നില്ല. സോ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് NCERTയുടെ 9ാം ക്ലാസ്സിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസൈൻ എന്ന ഭാഗം പഠിച്ചാൽ മതിയാവും. അതല്ലെങ്കിൽ 11ാം ക്ലാസ്സിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന ചാപ്റ്ററും പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഏത് ഭാഗത്ത് നിന്നാണ്? എക്കണോമിക്സിന്റെ ഒരു ഭാഗമാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് ഇക്കോസിസ്റ്റം ഓൺ എർത്ത്? എർത്തിലെ ഏറ്റവും വലുത് എക്കോസിസ്റ്റം ആണ്. അപ്പോൾ സയൻസ് ആണ്. ലാർജസ്റ്റ് എക്കോസിസ്റ്റം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഡെസേർട്ട്, ഫോറസ്റ്റ്, ഓഷൻ, ഗ്രാസ് ലാൻഡ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഓഷൻ ആണ് എക്കോസിസ്റ്റം ഓഫ് എർത്ത് എന്ന് പറയുന്നത്, ഏറ്റവും ലാർജസ്റ്റ് എക്കോസിസ്റ്റം. ഇതിനെ പറ്റിയിട്ട് പറയുന്നത് NCERT ക്ലാസ് 9ലെ സയൻസ് ടെക്സ്റ്റ് ബുക്സിലെ നാച്ചുറൽ റിസോഴ്സ് എന്ന ചാപ്റ്ററിനകത്താണ്. അതുകൂടാതെ NCERT ക്ലാസ് 7
പഠിക്കുവാണെങ്കിൽ സയൻസിൽ വെതർ, ക്ലൈമറ്റ് ആൻഡ് അഡാപ്റ്റേഷൻ ഓഫ് അനിമൽ ടു ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അതും പഠിച്ചാൽ മതിയാകും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബയോഡൈവേഴ്സിറ്റിയെ പറ്റിയിട്ടാണ്. 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിനകത്ത് കറക്റ്റ് ആൻസർ നമ്മൾ യൂസ് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആർ റീജിയൻ ദാറ്റ് ആർ റിച്ച് ഇൻ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി. ഒന്നാമത്തത് endangered due to human activities. Select the correct answer using the code given below. ഏതാണ് ക്വസ്റ്റ്യൻ വരുന്നത്? ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. തന്നിരിക്കുന്ന 2 ഓപ്ഷൻസും കറക്റ്റ് ആണ്. എന്താണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആർ റീജിയൻ ദാറ്റ് ആർ റിച്ച് ഇൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. അടുത്തത് പറയുന്നുണ്ട് എൻഡാഞ്ചേർഡ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്. ഹ്യൂമാൻ്റെ ആക്ടിവിറ്റീസ് കാരണം ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് എല്ലാം പ്രോബ്ലംസിലായിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് രണ്ടും കറക്റ്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ കഴിയുന്നത് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിനെ പറ്റിയിട്ട് 12th ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിൽ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്നൊരു ഭാഗമുണ്ട്. ഇനി ബയോളജി ക്ലാസ് 11 ദ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ഒരു ഭാഗവും ഉണ്ട്. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത് NCERT നമ്മൾ ഡീപ്പായിട്ട് പഠിക്കണം. അത് മാത്രമല്ല സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠിച്ചാൽ മതി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERT ചാപ്റ്റേഴ്സ് സിലബസ് അനുസരിച്ച് ഓർഡർ ആക്കിയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മലയാളം നോട്ട് ഉപയോഗിക്കരുത്, പകരം ഇംഗ്ലീഷ് നോട്ട്സ് ഉപയോഗിച്ച് വേണം പഠിക്കാനാണ്. ആദ്യമൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടി തോന്നും, പക്ഷേ പിന്നീട് നമുക്കിത് ഓക്കെ ആവും. നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലേക്ക് ക്വസ്റ്റ്യൻ മാറ്റുന്ന സമയത്ത് ഒത്തിരി ഡിഫിക്കൽട്ടി അനുഭവിക്കും. ആ ഒരു 2 മണിക്കൂർ നമ്മളിത് ആൻസറിൻ്റെ പിന്നിൽ പെട്ടെന്ന് പോകാനായിട്ട് ഇംഗ്ലീഷ് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. സോ NCERT പഠിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുക. അതുപോലെ തന്നെ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് മാത്സ് എന്ന് പറയുന്നത് പക്കാ മാത്സ് ആണ്. ഒബ്ജക്റ്റീവ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്കെല്ലാം ചോദിക്കാൻ പറ്റിയിട്ടുള്ള ട്വിസ്റ്റഡ് ആയിട്ടുള്ള മാത്സ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ മാത്രം മതിയാവും. അതിനകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും സയൻസ് ആയാലും മാത്സ് ആയാലും ചെയ്ത് തന്നെ പഠിക്കുക. അതുപോലെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് NCERT പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഭാഗത്ത് നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉറപ്പായും വിജയിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിജയിക്കും എന്ന് ഉറപ്പിക്കുന്നവർ NCERT നല്ല രീതിയിൽ തന്നെ കവർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. തീർച്ചയായിട്ടും വരും ക്ലാസ്സുകളിൽ NCERT ഉൾപ്പെടുത്തിയിട്ടുള്ള പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.